Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workby. ഞാൻ Ashik Joy. So as usual, let us begin with the prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed liberae nos a malo. Amen. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അഴികാത്ത ശരീരം കണ്ടെത്തും എന്നതിനെ പറ്റിയിട്ട് വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ 18-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ ഒരു ആ വിശുദ്ധയ്ക്ക് ലഭിച്ച ഒരു ദർശനം ഞാൻ പങ്കുവെക്കുകയുണ്ടായി. ഇത് പല ആളുകളും പറഞ്ഞത് കിട്ടാൻ സാധ്യത കുറവാണ്. 2000 വർഷം മുമ്പ് മരിച്ച ആളുടെ ബോഡി, അത് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ദിവ്യ ശരീരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അന്ന് മാതാവിൻ്റെ ഒരു പുസ്തകത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതാവിൻ്റെ മെസ്സേജസ് അടങ്ങിയൊരു പുസ്തകം, മദർ ഓഫ് ഡിവൈൻ മേഴ്സി, ദൈവകരുണയുടെ മാതാവ് എന്ന പേരിൽ പുതിയ കാത്തലിക് ഡിവോഷൻ. അപ്പോൾ ആ മെസ്സേജ് ലഭിച്ച ജോർജി ഷോബി എന്ന് പറഞ്ഞ ബാലന് മാതാവ് ഒരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. ഔസേപ്പിതാവിൻ്റെ ബോഡി എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ എന്നുള്ളതും ആ ദിവ്യ ശരീരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവായ ഈശോയെ, മാതാവായ മറിയമേ, ഞങ്ങളുടെ പിതാവിൻ്റെ ദിവ്യ ശരീരത്തിൽ നിന്ന് ഞങ്ങളെ മറയ്ക്കുന്ന മൂടുപടം വലിച്ചെറിയണമേ. ആമേൻ. വളരെ ഷോർട്ടായിട്ട് പ്രയറാണ് ഇത്. മാതാവ് കൊടുത്ത പ്രയറാണ്. ഔസേപ്പിതാവ് പ്രത്യേകമായിട്ട് ഔസേപ്പിതാവിനെ പറ്റി പറയുന്നത് ടെറർ ഓഫ് ഡീമൺസ്, പിശാചുക്കളുടെ പേടി സ്വപ്നം. അപ്പോൾ ഔസേപ്പിതാവ് തിരുക്കുടുംബത്തിൻ്റെ പാലകനായതുപോലെ തന്നെ അവസാന കാലത്ത് സഭയുടെ സംരക്ഷകനായിട്ട് ഔസേപ്പിതാവ് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്താണ് പരിശുദ്ധ കുർബാനയിലേക്ക് ഔസേപ്പിതാവിൻ്റെ പേരും കൂടെ ആഡ് ചെയ്തത്. ഔസേപ്പിതാവിൻ്റെ ഭക്തി ഇപ്പം വളരെ കൂടുതലായിട്ട് പ്രചരിച്ച് വരുന്നുണ്ട്. ബ്രസീലിലെ എഡ്സൺ ഗ്ലോബർ എന്ന് പറയുന്നൊരു ദർശകന് ഔസേപ്പിതാവ് പ്രത്യക്ഷപ്പെട്ട നിരവധി പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇവിടെ കേരളത്തിൽ ഈ ജോർജി ഷോബി എന്ന് പറയുന്ന ബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അഴികാത്ത ശരീരം കണ്ടെത്തുമെന്ന്. അപ്പം ആൻ കാതറിൻ കണ്ടിട്ടുണ്ട്, ഇസ്രായേലിൽ എവിടെയോ ഉണ്ട്. അത് ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം വെളിപ്പെടുത്തും. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമാണ്. സോ അതൊരു മഹാസംഭവമായിരിക്കും, സഭയിൽ വലിയൊരു സംഭവം തന്നെയായിരിക്കും. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഔസേപ്പിതാവിൻ്റെ അഴികാത്ത ശരീരം. ഇപ്പം നമുക്കറിയാം വിശുദ്ധ പാത്രി പിയോ, വിശുദ്ധ ബെർണഡീത്ത, അതുപോലെ മറ്റു പല വിശുദ്ധരുടെയും അഴികാത്ത ശരീരങ്ങൾ. നമുക്കത് അവരുടെ ബോഡി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താ പറയുക, താടി പോലും ഒന്നും ആയിട്ടില്ല പാത്രി പിയുടേത്. ഇന്നലെ മരിച്ചതുപോലെയാണ് അവർ കിടക്കുന്നത്. അപ്പോൾ ഔസേപ്പിതാവിൻ്റെ, അപ്പോൾ പാത്രി പിയുടേതും ബെർണഡീത്തയുടെ ഒരു 40, 60, 100 വർഷമൊക്കെയാണ് പഴക്കം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ 2000 വർഷം പഴക്കമുള്ളതാണ്. അപ്പം അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കത്തോലിക്ക തിരുസഭയിലോട്ട് വരുവാനും തിരുസഭയിൽ ഉറച്ചു നിൽക്കാനും ഈ ഒരു ഇൻസിഡൻറ്റ് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലുക. ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ പ്രാർത്ഥന ഷെയർ ചെയ്യാം. വളരെ ചെറിയ പ്രാർത്ഥനയാണ്, മാതാവ് തന്നെ വെളിപ്പെടുത്തിയ പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രാർത്ഥന ഒരിക്കൽ കൂടി ഞാൻ പറയാം. കർത്താവായ ഈശോയെ, മാതാവായ മറിയമേ, ഞങ്ങളുടെ പിതാവിൻ്റെ ദിവ്യ ശരീരത്തിൽ നിന്ന് ഞങ്ങളെ മറയ്ക്കുന്ന മൂടുപടം വലിച്ചെറിയണമേ. ആമേൻ. സോ ആ മഹാ സുദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. വിവാ ക്രിസ്തു പറയും.